അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഈ ഒരു കലണ്ടറിലെ അവസാനത്തെ ട്രേഡിംഗ് സെഷനിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ സൂചികൾ, അതായത് ധാരാളം പ്രതികൂല സാഹചര്യങ്ങൾ ഈ ഒരു വർഷം വിപണികളെല്ലാം തന്നെ നേരിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഡിസംബറിലേക്ക് എത്തിയപ്പോൾ ആ ഒരു ഉണ്ടായ നഷ്ടങ്ങളെല്ലാം തന്നെ നികത്തിക്കൊണ്ട് തന്നെയാണ് ആഗോള ആഭ്യന്തര വിപണി മുന്നേറിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ആഗോള വിപണിയിൽ അമേരിക്കൻ വിപണിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു റെക്കോർഡ് ഹൈക്ക് അരികെ നിന്നുകൊണ്ട് തന്നെയാണ് സൂചികളിലെല്ലാം തന്നെ ഒരു ക്ലോസിംഗ് കാണാൻ സാധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും S&P 500ലേക്ക് വരുമ്പോൾ 2022 ജനുവരിയിൽ ഉണ്ടായിരുന്ന റെക്കോർഡ് ഹൈക്ക് ആ ഒരു സമയത്ത് സൃഷ്ടിച്ച റെക്കോർഡ് ഹൈക്ക് വളരെ അടുത്ത് 0.3% മാത്രം ഒരു കുറവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്നലെ ജോബ് ക്ലെയിംസ് ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജോബ് ക്ലെയിംസ് ഡേറ്റയിൽ ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഫെഡ് സ്വീകരിച്ച നടപടിക്രമങ്ങളെല്ലാം ശരിയായ ദിശയിലാണ്. അധികം പ്രഷർ ഇക്കോണമിക്ക് കൊടുക്കാതെ, ഇക്കോണമിയുടെ വളർച്ചയെ സ്ലോ ഡൗൺ ചെയ്യിക്കാതെ തന്നെ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ സാധിക്കും എന്നൊരു ശുഭപ്രതീക്ഷ വീണ്ടും നിക്ഷേപകർക്കിടയിൽ ഉണർന്നിട്ടുണ്ട്. ആഗോള വിപണിയിലേക്ക് തന്നെ വരുമ്പോൾ ഡൗ ജോൺസിലേക്ക് വരുമ്പോൾ 37,710.1 എന്നൊരു റേഞ്ചിൽ 0.14% ഒരു നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. S&P 500 0.04% നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാസ്ഡാക്ക് 0.03% നേരിയ ഒരു ഇടിവിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു അവസാനത്തെ ഒരു ട്രേഡിംഗ് സെഷൻ, പ്രത്യേകിച്ചും അമേരിക്കൻ വിപണിയെ സംബന്ധിച്ച് അവരുടെ ഒരു ഇക്കണോമിക് ഇയറിലെ അവസാനത്തെ ട്രേഡിംഗ് സെഷനിൽ എന്തൊക്കെയാണ് സാറിന്റെ എക്സ്പെക്ടേഷൻസ്? അനില, ഇന്നലെയും വീണ്ടും അനില പറഞ്ഞതുപോലെ തന്നെ അമേരിക്കൻ പർട്ടിക്കുലർലി ഡൗ ജോൺസ് ഇൻഡെക്സ് നേരിയ നേട്ടത്തോടെ കൂടിയായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. സോ ദ അണ്ടർടോൺ ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. സോ ഈ ഒരു സമയത്ത് നമുക്ക് വിൽറ്റ് മാറേണ്ട ഒരു കാരണവും കാണുന്നില്ല. എക്സെപ്റ്റ് ദാറ്റ് ഡൗ ജോൺസ് ഇൻഡെക്സിലും അതുപോലെ തന്നെ നാസ്ഡാക്സിലും ഒക്കെ തന്നെ നമ്മൾ ഒരു അല്പം പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ സപ്പോർട്ട് ലെവൽ 37,000 പോയിന്റ് ആയിരിക്കണം. 37,000 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ദ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ബിക്കം എ ലിറ്റിൽ ബിറ്റ് വീക്ക്. അങ്ങനെ 37,000 പോയിന്റ്സിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ നമുക്കൊരു 600-700 പോയിന്റിന്റെ കറക്ഷൻ ഡൗ ജോൺസ് ഇൻഡെക്സിൽ എക്സ്പെക്ട് ചെയ്യാം. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അങ്ങനെ ഒരു കറക്ഷൻ നടന്നാൽ പോലും ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ ട്രെൻഡിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ഓൺലി തിങ് ഇസ് ദാറ്റ് ഒരുപക്ഷെ ഡൗ ജോൺസ് ഇൻഡെക്സ് നാസ്ഡാക്ക് തന്നെ ഒരു കൺസോൾട്ടേഷൻ ഫേസിലോട്ട് വഴിമാറും. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലോട്ട് എടുക്കുമ്പോഴേക്കും അനില സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഓപ്പണിംഗിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. ബട്ട് അതിനുശേഷം വി ഹാവ് സീൻ എ ലിറ്റിൽ ബിറ്റ് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. ആൻഡ് അതിനെ തുടർന്ന് വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് ദ ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി വെരി മച്ച് ബുള്ളിഷ്. സർ, കമ്മോഡിറ്റി വിപണിയിലേക്ക് വരികയാണെങ്കിൽ കമ്മോഡിറ്റി വിപണി ഇന്നലെ ഇപ്പോൾ ക്രൂഡിൽ ഒരു 3% വീണ്ടും ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ട്. പ്രത്യേകിച്ചും റെഡ് സീൽ ഉണ്ടായിരുന്ന അറ്റാക്കൊക്കെ കൂടുതലായിട്ടൊരു മോഡറേറ്റ് ആയി വരുന്നു എന്നുള്ള കൂടുതൽ അന്തരീക്ഷം കൂടുതൽ ശാന്തമാകുന്നു എന്നൊരു സൂചനയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ ക്രൂഡിൽ ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ക്രൂഡിലേക്ക് നോക്കുകയാണെങ്കിൽ 0.36% വളരെ നേരിയ ഒരു നേട്ടം രേഖപ്പെടുത്തി. WTI ക്രൂഡ് 72.03 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബ്രെൻഡിലേക്ക് വരുമ്പോൾ $77.48 എന്നൊരു നിലവാരത്തിലുമാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഒരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഒരു സൂചികയിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം സാറിന്റെ ഒരു വ്യൂ പോയിന്റിൽ ഉണ്ടോ? ക്രൂഡിന്റെ കേസിൽ നമ്മൾ നോക്കുമ്പോഴേക്കും ക്രൂഡ് ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി എ ലിറ്റിൽ ബിറ്റ് സൈഡ് വേസ്. കഴിഞ്ഞ 2 സെഷൻസിൽ നമ്മുടെ കേസിൽ ഒരു നേരിയ തോതിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചു. നമ്മൾ ക്രൂഡിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ $77 ആയിരിക്കും. $77 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ക്രൂഡിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ഗോൾഡിലേക്ക് വരുമ്പോൾ ഇന്നലെ ഗോൾഡിൽ ഒരു 2080 എന്നൊരു റേഞ്ചിലേക്ക് എത്തിയതിനു ശേഷം നേരിയൊരു ഇടിവാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. 0.24% ഇടിവിൽ ഔൺസിന് 2078.3 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഗോൾഡുമായി ബന്ധപ്പെട്ടിട്ട് സാറിന്റെ ഒരു ഔട്ട്ലുക്ക് എന്താണ്? പ്രത്യേകിച്ചും ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു സെഷൻ എന്ന് പറയുന്ന ഒരു പുതിയ ന്യൂ ഇയറിലേക്ക് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഗോൾഡിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? സ്വർണത്തിന്റെ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് കണ്ടിന്യൂ ടു ബി വെരി വെരി ബുള്ളിഷ്. 2100 ലെവൽ ഇന്നലെ എത്തിയപ്പോഴേക്കും നമുക്ക് നേരിയ തോതിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചു. സോ അറൌണ്ട് 2100-2120 അതായിരിക്കും ഗോൾഡിന്റെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ.
അതേസമയം നമ്മുടെ കൈവശം ഒരു ഗോൾഡിലെ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $2,050 നമ്മൾ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യണം. സർ, ഏതായാലും നമ്മൾ സംസാരിച്ചുകൊണ്ടത് ഗോൾഡിനെ സംബന്ധിച്ചായിരുന്നു. അതിനോടൊപ്പം തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഡോളറുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഡോളറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഡോളർ ഇപ്പോൾ 5 മാസത്തെ താഴ്ചയിലേക്കാണ് എത്തിയിരിക്കുന്നത്. 100.88 എന്ന നിലവാരത്തിൽ 0.03% വളരെ ഫ്ലാറ്റ് നോട്ടിലാണ് വ്യാപാരം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡോളറുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? അല്ല, ഡോളർ ഇൻഡെക്സ് നമ്മൾ നോക്കുമ്പോഴേക്കും സെപ്റ്റംബർ മാസത്തിൽ 107 പോയിന്റ് ആയിരുന്നു ഡോളർ ഇൻഡെക്സിന്റെ ഒരു പീക്ക് ലെവൽ. ആ ലെവലിൽ നിന്നും ഡോളർ ഇൻഡെക്സിൽ നമ്മൾ കനത്ത ഒരു സെല്ലിംഗ്, വലിയൊരു ഇടിവാ കാണാൻ സാധിച്ചിരിക്കുന്നത്. ബട്ട് എങ്കിൽ പോലും ഇന്നലെ ഡോളർ 100.61 എന്നൊരു ലെവൽ എത്തിയതിനു ശേഷം നമുക്ക് ഷോർട്ട് കവറിംഗ് കാണാൻ സാധിച്ചു. അതിനെ തുടർന്ന് മൈ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് ഡോളർ ഇൻഡെക്സിന്റെ കേസിൽ നമുക്കൊരു റിക്കവറി എക്സ്പെക്ട് ചെയ്യാം. ആ ഒരു റിക്കവറി വരുന്ന സമയത്ത് നമ്മുടെ അടുത്ത 1-1.5 മാസത്തേക്കുള്ള ഒരു ബിഗർ ടാർഗറ്റ് വിൽ ബി ബിറ്റ്വീൻ 103 and 104. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇന്നോ നാളെയോ ഒന്നും തന്നെ നമ്മൾ ഡോളറിൽ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. ബിക്കോസ് ഐ എം എക്സ്പെക്ടിങ് ഷോർട്ട് കവറിംഗ് ഇൻ ദ കേസ് ഓഫ് ഡോളർ. അങ്ങനെ ഒരു ഷോർട്ട് കവറിംഗ് നടന്ന ഡോളറിൽ ഒരു ചെറിയ റിക്കവറി വന്നാൽ പോലും ഡോളറിന്റെ കാഴ്ചപ്പാടിൽ ഒരു ചേഞ്ചും വരാൻ പോകുന്നില്ല. നമ്മുടെ ആഭ്യന്തര വിപണിയിലേക്ക് തിരിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് വീണ്ടും ഒരു സർവ്വകാല ഉയരം സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു വിപണി ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. 21,715 എന്നൊരു റേഞ്ചിൽ ആരംഭിച്ച വിപണി വ്യാപാരത്തിന്റെ അവസാന നിമിഷം വരെ ആ ഒരു റേഞ്ച് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ക്ലോസ് ചെയ്തിരിക്കുന്നത് 21,778.7 എന്ന നിലവാരത്തിൽ റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സിലും ഏകദേശം 72,400 എന്നൊരു റേഞ്ചിലേക്കൊക്കെ എത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും വിപണിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഇന്നലെ ഒരു ഇൻട്രാഡേ ലോയിലേക്ക് നോക്കുകയാണെങ്കിലും 21,678 എന്നൊരു റേഞ്ചാണ് കാണാൻ സാധിക്കുന്നത്. ഹൈ നോക്കുമ്പോൾ 21,801 എന്നൊരു റേഞ്ച് ടെസ്റ്റ് ചെയ്യാൻ വിപണിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ ഒരു വർഷത്തെ അവസാനത്തെ ഒരു ട്രേഡിംഗ് ഡേ എന്ന നിലയിൽ സാറിന്റെ എക്സ്പെക്ടേഷൻസ് എന്താണ്? ഇനിയും ഒരു സർവകാല ഉയരത്തിലേക്കാണോ നിഫ്റ്റിയുടെ യാത്ര? നിഫ്റ്റി 50യുടെ കേസ് എടുക്കുമ്പോഴേക്കും നമ്മൾ തിരിച്ച് ഒക്ടോബർ അവസാനത്തെ ദിവസങ്ങളിലോട്ട് ചെല്ലേണ്ടിയിരിക്കുന്നു. ഒക്ടോബർ അവസാന ദിവസങ്ങളിൽ നിഫ്റ്റി 50യുടെ ലോവസ്റ്റ് ലെവൽ 18,300 പോയിന്റ്സിന് അടുത്തായിരുന്നു. ആൻഡ് ഇന്നലത്തെ ട്രേഡിംഗിൽ നടക്കുന്ന സമയത്ത് 21,800 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ നിഫ്റ്റി 50ക്ക് സാധിച്ചു. ഹൗവർ നിഫ്റ്റി 50's വാല്യുവേഷൻ അല്പം ഓവർ സ്ട്രെച്ച്ഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. സോ ഈ ലെവലിൽ നിന്നും ഒരു കറക്ഷൻ നടക്കാതെ നമുക്ക് വലിയൊരു ലോ റിസ്കിൽ ഒരു മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യണ്ട. നിഫ്റ്റി 50യുടെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് ലെവൽ 22,000 പോയിന്റ് ആയിരിക്കും. ആ ഒരു ലെവൽ എത്തുമ്പോഴേക്കും വി ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്. ആൻഡ് ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മളൊരു 1000 മുതൽ 1,200 പോയിന്റിന്റെ കറക്ഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടെ സാറിൻ്റെ ഒരു ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചും നിഫ്റ്റി പോലെ തന്നെ വീണ്ടും ഒരു സർവ്വകാല ഉയരം സൃഷ്ടിച്ചുകൊണ്ട് തന്നെയായിരുന്നു വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. 48,479.05 എന്നൊരു റേഞ്ച് ആയിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 48,508.55 എന്ന നിലവാരത്തിൽ 0.47% നേട്ടത്തോടു കൂടിയാണ്. ഒരു ഇൻട്രാഡേ ഹൈയിലേക്ക് നോക്കുകയാണെങ്കിൽ റെക്കോർഡ് ഹൈ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 48,636.45 എന്നൊരു റേഞ്ച്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് ഇന്നലെ പരിശോധിക്കുകയാണെങ്കിലും പ്രധാനമായിട്ടും PSU ബാങ്കുകൾ തന്നെയാണ് ഒരു വലിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിഫ്റ്റിനെ ബാങ്കിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? ഒരു നിക്ഷേപകൻ ഇനി അങ്ങോട്ട് എന്താണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കാഴ്ചപ്പാടും എക്സ്ട്രീംലി ബുള്ളിഷ്. ആൻഡ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും ഒരു 300-400 പോയിന്റിന്റെ നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് എങ്കിലും നിഫ്റ്റി 50യിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ഒരു കറക്ഷൻ പ്രിപ്പയർഡ് ആയിരിക്കണം. ആൻഡ് ഇന്നത്തെ ട്രേഡിംഗിൽ നമുക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന ICICI ബാങ്ക് അതുപോലെ തന്നെ HDFC ബാങ്കിൽ ഹയർ ലെവൽസിൽ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. സോ ഈ രണ്ട് ബാങ്കിലെ പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ഇന്ന് നമ്മൾ ശ്രമിക്കരുത്. ദ റിസ്ക് വിൽ ബി ഓൺ ദ ഹയർ സൈഡ്. അറ്റ് ദ സെയിം ടൈം ഇന്ന് നിഫ്റ്റി ബാങ്ക് മുന്നേറുന്നുണ്ടെങ്കിൽ
നമുക്ക് ഏറ്റവും കുറവ് റിസ്ക് മേജർ ബാങ്കിങ് സ്റ്റോക്സിൽ ലഭിക്കാൻ പോകുന്നത് ഇറ്റ് വിൽ ബി ഇൻ ദ കേസ് ഓഫ് ആക്സിസ് ബാങ്ക്. ആക്സിസ് ബാങ്കിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 1820 രൂപയായിരിക്കും. 1820 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ച ഒരു 30 മുതൽ 60 രൂപയുടെ നേട്ടം ആക്സിസ് ബാങ്കിൽ നമുക്ക് എക്സ്പെക്ട്. കോട്ടക് ഓൺ ദ കോൺട്രറി ടു ഓൾ ദ അതർ 3 ബാങ്ക്സ് വളരെ പോസിറ്റീവായിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. ബട്ട് അഗെയിൻ ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ആൻഡ് കോട്ടക് ബാങ്കിന്റെ കേസിൽ നമ്മൾ അടുത്ത മേജർ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കേണ്ട 1980 രൂപയായിരിക്കും. പബ്ലിക് സെക്ടർ ബാങ്കിലോട്ട് വരുമ്പോഴേക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നോക്കുമ്പോഴേക്കും SBI ഇന്നലെ മുന്നേറി. ബട്ട് SBIക്ക് വളരെ മേജർ റെസിസ്റ്റൻസ് ഉണ്ട് 665-670 റേഞ്ചിൽ. സോ ദാറ്റ് ഈസ് വൺ ലെവൽ വിച്ച് വി ഹാവ് ഗോട്ട് ടു ബി വെരി വെരി കെയർഫുൾ. ബാങ്ക് ഓഫ് ബറോഡയുടെ കേസ് എടുക്കുമ്പോഴേക്കും അഗെയിൻ ജസ്റ്റ് ലൈക്ക് ഇൻ ദ കേസ് ഓഫ് ICICI ബാങ്ക് ആൻഡ് HDFC ബാങ്ക് ഹയർ ലെവൽസിൽ ഒരു ചെറിയ തോതിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടു. സോ പുതിയൊരു ലോങ് പൊസിഷൻ ഈ ഹൈ ലെവൽസിൽ ഞാൻ അഡ്വൈസ് ചെയ്തിട്ടില്ല. സർ, സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇന്നലെ വലിയൊരു നേട്ടം നൽകിയ ഒരു ഓഹരിയായിരുന്നു ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇന്നലെ ഹഡ്കോയെ സംബന്ധിച്ച് പറയുമ്പോൾ ഏകദേശം ഇൻട്രാഡേയിൽ 18% വരെ ഉയർന്നു സർവകാല ഉയരമായിട്ടുള്ള 136.8 എന്നൊരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു PSU കമ്പനി ആയിട്ടുള്ളൊരു ഈ ഒരു കമ്പനി ഓഹരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഒരു പാറ്റേൺ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ 81.8% ഓഹരികളും സർക്കാരിന്റെ കൈവശമുള്ള ഒരു കമ്പനി കൂടിയാണ്. അതിനോട് മാത്രമല്ല ഒരു ലേറ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 14,500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് ഗുജറാത്ത് സർക്കാരുമായിട്ട് കമ്പനി കരാറിൽ ഏർപ്പെട്ടു എന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ഏതായാലും ഇന്നലെ ഒരു വിപണിയിലേക്ക് നോക്കുമ്പോൾ വളരെ വലിയൊരു മുന്നേറ്റം നടത്തിയ PSU കമ്പനികളിൽ ഒന്നാണ്. ഈ ഹഡ്കോയുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഇത്രയൊരു ഹൈ ലെവലിൽ നിൽക്കുമ്പോൾ ഇനി ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? ഇന്നലെ ഹഡ്കോ മാത്രമല്ലായിരുന്നു, നിരവധി PSU സ്റ്റോക്സിൽ നമുക്ക് വലിയൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നു. സോ ഹഡ്കോന്റെ കേസിൽ ദ ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല അറ്റ് ദ മൊമെന്റ് ആൻഡ് കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. അതിനുള്ള എൻ്റെ ഇടയ്ക്ക് PSU ബാങ്കിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് 2-3 PSU ബാങ്കിനെ കുറിച്ച് സംസാരിക്കാം. എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഇന്നലെ ഒരു റെക്കോർഡ് ഹൈലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. നമുക്ക് മേജർ ബൈയിങ് ഇൻട്രസ്റ്റ് വീണ്ടും ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൽ കാണാൻ സാധിച്ചിരുന്നു. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ വളരെ പോസിറ്റീവായിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ കോപ്പർ വി ഹാവ് സീൻ എ ബിഗ് സർജ്. ഓൾമോസ്റ്റ് ഏത് വലിയ PSU സ്റ്റോക്ക് എടുത്താലും വി ആർ സീയിങ് എ ലോട്ട് ഓഫ് ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടിന്യൂയിങ് ടു ഹാപ്പൻ. എങ്കിലും ഈ PSU ബാങ്കിങ് സ്റ്റോക്സ് ഒക്കെ തന്നെ ഇനി നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ബട്ട് നിഫ്റ്റി 50യുടെ കേസിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്തരം സ്റ്റോക്സിലും പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടി ഒരുങ്ങണം. സർ, ഏതായാലും ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ടൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഉജ്ജീവൻ ഫൈനാൻഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട സാറിൻ്റെ ഒരു വ്യൂ ആണ്. ഇന്നലെ ഓഹരി 0.48% നേട്ടത്തിൽ 571.05 എന്നൊരു റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഡിസംബർ 18 ഒരു 52 ഹൈ ആയിട്ടുള്ള 614.8 എന്നൊരു റേഞ്ചിലെത്തിയത്. ഉജ്ജീവൻ ഫൈനാൻഷ്യൽ സർവീസിനെ പറ്റിയുള്ള സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ അങ്ങനെ ഉജ്ജീവൻ ആക്ച്വലി സെപ്റ്റംബർ മാസത്തിന് ശേഷം ഒരു ബ്രോഡ് കൺസോൾട്ടേഷൻ ഫേസിലോട്ട് വഴിമാറിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് സ്റ്റക്ക് ഇൻ എ റേഞ്ച് ബിറ്റ്വീൻ 100 and 620. സോ നമുക്കൊരു ട്രേഡിംഗ് അവസരം നമുക്ക് ലഭിക്കണമെങ്കിൽ ഒന്നൽ ഉജ്ജീവൻ ഫിനാൻസ് 500 രൂപയുടെ താഴോട്ട് പോകണം. അതല്ലെങ്കിൽ 620 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സോ ഈ 2 ലെവൽസ് ബ്രേക്ക് ചെയ്യാതെ ഒരു പുതിയ ലോങ് പൊസിഷൻ നമുക്ക് എടുക്കാൻ സാധ്യമല്ല. അടുത്തതായിട്ട് മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് LTI മൈൻട്രിയുമായി ബന്ധപ്പെട്ട സാറിൻ്റെ ഒരു വിലയിരുത്തലാണ്. ഓഹരി ഇന്നലെ 0.5% ഇടിവിൽ 6254 എന്നൊരു റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. LTI മൈൻട്രിയിൽ എടുക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? സോ LTI മൈൻട്രിയിൽ അഗെയിൻ ഒരു വീക്ക്നെസ് അറ്റ് ദ മൊമെന്റ് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് 6,400 രൂപയിൽ ഒരു റെസിസ്റ്റൻസ് തീർച്ചയായിട്ടും ഇൻ ദ കേസ് ഓഫ് LTI മൈൻട്രി കാണുന്നുണ്ട്.
ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് നമ്മൾ ഈ കോണ്ടെക്സ്റ്റിൽ അതിലൊരു പ്രോഫിറ്റ് ടേക്കിങ്ങോ ഒരു കറക്റ്റീവ് ആക്ഷനോ ഒന്നും തന്നെ എടുക്കേണ്ട കാര്യമില്ല. ഒരു മൈനർ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ പോലും ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് എ വെരി ഗുഡ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി. ബട്ട് പുതിയ ലോങ് പൊസിഷൻ ഈ ഹൈ ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദാറ്റ്. മറ്റൊരു പ്രേക്ഷകൻ ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 5.98% ഉയർന്ന് 245.35 എന്നൊരു റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഒരു ഓൾ ടൈം ഹൈ ആണ് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ ഇനി ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? അനില പറഞ്ഞത് വളരെ ശരിയാണ്. GSFC ഇന്നലെ ഒരു ഓൾ ടൈം ഹൈയിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി പബ്ലിക് ഗവൺമെന്റ് ഓൺഡ് സ്റ്റോക്സിൽ ഇന്നലെ നമ്മൾ വലിയ തോതിൽ ഒരു ഇൻട്രസ്റ്റ് കാണാനിടയായി. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു ഹോൾഡ് ഓൺ ടു ദ ലോങ് പൊസിഷൻ. അറ്റ് ദ മൊമെന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും തന്നെ ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. ബട്ട് അഗെയിൻ ലോങ് പൊസിഷൻസ് പുതിയതായിട്ട് ഈ സ്റ്റോക്സിൽ പ്ലീസ് അവോയ്ഡ് ദാറ്റ്. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന IDFC ഫസ്റ്റ് ബാങ്ക് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. പ്രത്യേകിച്ചും കമ്പനിയുടെ ഒരു അമാൽഗമേഷനൊക്കെയുള്ള നോഡ് അനുമതി RBI നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒരു ഓഹരിയെ സംബന്ധിച്ച് പറയുന്നത് 0.5% ഇടിവിൽ 88.4 എന്നൊരു റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. IDFC ഫസ്റ്റ് ബാങ്കിന്റെ ഓഹരികൾ എങ്ങനെയാണ് സാർ വിലയിരുത്തുന്നത്? അൺഫോർച്ചുനേറ്റ്ലി IDFC ഫസ്റ്റ് ബാങ്ക് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബാങ്ക് റാലിയിൽ ചേർന്നിട്ടേ ഇല്ല. ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ് ടു ട്രെൻഡ് സൈഡ് വേസ്. IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ 80 രൂപയിൽ വളരെ സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം അറൌണ്ട് 93 റുപ്പീസ് അഗെയിൻ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. IDFC ബാങ്കിൽ നമുക്ക് ഒരു നല്ല ബുള്ളിഷ് മൊമെന്റ് കാണണമെങ്കിൽ ഈ 93 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കൊരു സ്ട്രോങ് ബുള്ളിഷ് മൊമെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കത്തുള്ളൂ. യെസ് സർ. അടുത്തതായിട്ടൊരു പ്രേക്ഷകൻ ചോദിച്ചത് സുല വൈൻഡാറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. ഓഹരി ഇന്നലെ 4.76% ഉയർന്ന് 498.2 എന്നൊരു റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഓഹരിയുടെ ഒരു 52 ഹൈയിലേക്ക് നോക്കുകയാണെങ്കിലും ഓഗസ്റ്റ് മാസത്തിലായിരുന്നു ഒരു 52 ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു ഓഹരിയിന്മേലുള്ള സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ ഈ ഒരു സ്റ്റോക്ക് 2023 സ്റ്റാർട്ടിങ്ങിലായിരുന്നു ഈ സ്റ്റോക്കിന്റെ ലിസ്റ്റിംഗ് നടന്നത് അറൌണ്ട് 300 രൂപ. ആൻഡ് അതിനുശേഷം അറൌണ്ട് 540 ലെവൽ എത്തിയതിനു ശേഷം ഈ സ്റ്റോക്ക് കഴിഞ്ഞ 5-6 മാസങ്ങളായിട്ട് ഇറ്റ് ഹാസ് ബീൻ ഹാവിങ് എ കറക്ഷൻ. ആൻഡ് സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ഉണ്ട് 460 രൂപയിൽ. ആൻഡ് അനില പറഞ്ഞതുപോലെ ഇന്നലെ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് കാണാൻ സാധിച്ചു. ബട്ട് ഇതിൽ ഇൻവെസ്റ്റേഴ്സ് വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചിരിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഇന്നലെ ഞാൻ ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസ് പഠിക്കാനിടയായി. ആൻഡ് ഐ എം നോട്ട് വെരി കംഫർട്ടബിൾ വിത്ത് ദി ഫൈനാൻഷ്യൽസ് ഓഫ് ദിസ് കമ്പനി. സോ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് വളരെ മികച്ച ഒരു ഫൈനാൻഷ്യൽസ് ഒന്നും തന്നെയല്ല. ഈ സ്റ്റോക്കിൽ ഇന്നലെ ഇത്രയും വലിയൊരു മുന്നേറ്റം കാണാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ ബുള്ളിഷ്നെസ് ഇൻ ദ മാർക്കറ്റ്. സോ ഇത്തരം നിരവധി സ്മോൾ ക്യാപ് സ്റ്റോക്സ് നമ്മൾ ഈ ഫൈനൽ ഫേസ് ഓഫ് ദ ബുൾ മാർക്കറ്റിൽ ഒത്തിരി സ്റ്റോക്സിൽ നമ്മൾ ബുള്ളിഷ് ചാൻസസ് ഉണ്ട്. നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം ലോങ് പൊസിഷൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. അടുത്തായിട്ട് ടാറ്റ ഗ്രൂപ്പിൽപ്പെട്ട കമ്പനികളെ സംബന്ധിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ടാറ്റ ടെക്നോളജീസുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ ടാറ്റ ടെക് 1.72% ഇടിവിൽ 1179 എന്നൊരു റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ടാറ്റ സ്റ്റീൽ കൂടിയാണ്. ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു വിലയിരുത്തൽ കൂടി ചോദിച്ചിട്ടുണ്ട്. ടാറ്റ ടെക്നോളജി ലിസ്റ്റ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 2.5 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. ആൻഡ് 1282 രൂപ എത്തിയതിനു ശേഷം വി ആർ സീയിങ് കണ്ടിന്യൂസ് സെല്ലിംഗ് ഇൻ ടാറ്റ ടെക്നോളജി. ആൻഡ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് us just wait and watch. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. സോ അറ്റ് ദ സെയിം ടൈം ഞാൻ ടാറ്റ സ്റ്റീലിലോട്ട് വരുന്നതിന് മുൻപ് ടാറ്റ ടെക്നോളജി ലിസ്റ്റ് ചെയ്ത അതേ ടൈമിലായിരുന്നു ഫെഡറൽ ബാങ്കിന്റെ ഫെഡ് ഫിനാൻഷ്യൽ സർവീസിന് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ഫെഡ് ഫിനാൻഷ്യൽ സർവീസസ് 148 രൂപയ്ക്ക് അടുത്ത് ലിസ്റ്റ് ചെയ്തതിന് ശേഷം again it is a meeting with a lot of a selling pressure.
അതേപോലെ തന്നെ ഈസ് ഓഫ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് നോക്കിക്കഴിഞ്ഞാൽ ഈസ് ഓഫ് സ്മോൾ ഫൈനാൻസ് ബാങ്കിൽ 75-76 രൂപ എത്തിയതിനു ശേഷം വി ആർ അഗെയിൻ സീയിങ് എ ലോട്ട് ഓഫ് സെല്ലിംഗ് പ്രഷർ. 2-3 ദിവസം മുൻപ് ലിസ്റ്റ് ചെയ്യപ്പെട്ട മുത്തൂറ്റ് മൈക്രോ ഫിനാൻസ് കമ്പനിയുടെ ഷെയർസിലും വി ആർ സീയിങ് എ ലോട്ട് ഓഫ് സെല്ലിംഗ് പ്രഷർ. സോ ഇതിൽ നിന്ന് നമുക്ക് വീണ്ടും ലഭിക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കമ്പനികൾ പുതിയ IPO ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അത്തരം IPOസിൽ പങ്കെടുക്കാതെ അത്തരം സ്റ്റോക്സ് ലിസ്റ്റ് ചെയ്യപ്പെടട്ടെ. ലിസ്റ്റ് ചെയ്ത് ആ സ്റ്റോക്സ് സെറ്റിൽ ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. അവസാനമായിട്ട് ടാറ്റ സ്റ്റീലിലോട്ട് വരുമ്പോഴേക്കും ടാറ്റ സ്റ്റീലിന്റെ ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി വെരി ബുള്ളിഷ്. എങ്കിലും ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ ടാറ്റ സ്റ്റീലിന്റെ കേസിൽ ഒരു 150 രൂപ എത്തുമ്പോഴേക്കും വി ആർ ഗോയിങ് ടു സീ എ ലോട്ട് ഓഫ് റെസിസ്റ്റൻസ് ഫോമിങ്.